എല്ലാ പ്രിയപ്പെട്ടവർക്കും പുസ്തക പരിചയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ സുരേന്ദ്രൻ പുത്തഞ്ചേരി. കഴിഞ്ഞ രണ്ടാഴ്ചക്കാലം പുസ്തക പരിചയം ചില സാങ്കേതിക കാരണങ്ങളാൽ നടത്താൻ സാധിക്കാത്തതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ നോവൽ ഖണ്ഡശയായി പരിചയപ്പെടുത്തുകയാണ്. ജോർജ് സ്റ്റീഫൻസൻ്റെ ട്രഷർ ഐലൻഡ് എന്ന അതിമനോഹരമായ ഒരു വേൾഡ് ക്ലാസിക് കൃതി. റോബർട്ട് ലൂയിസ് സ്റ്റീഫൻസൺ തൻ്റെ പുസ്തകത്തിൽ വിവരിക്കും പോലെ സാഹസികത നിറഞ്ഞ ജീവിതം നയിച്ച കഥാകാരനായിരുന്നു. 1850 എഡിൻബറോയിൽ ഒരു ലൈറ്റ് ഹൗസ് നിർമ്മാതാവിൻ്റെ മകനായി അദ്ദേഹം പിറന്നു. സ്കോട്ട്ലൻഡിൽ മാത്രം ഒതുങ്ങിക്കൂടാൻ കഴിയാത്ത ഒരു പ്രകൃതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ലോകം തന്നെ വീടായി കരുതി യാത്ര ചെയ്ത വ്യക്തി. ഒടുവിൽ യാത്ര ചെയ്ത് സമോബ ദ്വീപിൽ വെച്ച് 1894 അദ്ദേഹം അന്തരിക്കുന്നു. ദി കിഡ്നാപ്ഡ്, ഡോക്ടർ ജെക്കിൽസ് ആൻഡ് മിസ്റ്റർ ഹൈഡ്, ദി ബ്ലാക്ക് ആരോ എന്നിവ അദ്ദേഹത്തിൻ്റെ മറ്റ് ചില പ്രമുഖ കൃതികളാകുന്നു. അദ്ദേഹം രചിച്ച പ്രശസ്ത നോവലുകളിലൊന്നാണ് ട്രഷർ ഐലൻഡ്. അഡ്മിറൽ ബെൻബോ എന്ന പഴയ സത്രം നടത്തിപ്പുകാരനായ ജിം ഹോക്കിൻസ് എന്ന ബാലനാണ് മുഖ്യ കഥാപാത്രം. ഒരിക്കൽ സത്രത്തിൽ ക്യാപ്റ്റൻ ബിൻ എന്ന പരുക്കൻ മനുഷ്യൻ താമസത്തിനെത്തുന്നു. അതോടെ ജിമ്മിൻ്റെ ജീവിതവും മാറിമറിയുന്നു. ആകാംക്ഷ നിർഭരമായ നിമിഷങ്ങൾ ആദ്യാവസാനം സമ്മേളിക്കുന്ന ഈ അതിമനോഹരമായ നോവൽ ഇന്നു മുതൽ ഖണ്ഡശയായി പരിചയപ്പെടുത്തുകയാണ്. അഡ്മിറൽ ബെൻബോ. അതൊരു തെളിഞ്ഞ പകലായിരുന്നു. വിശ്രമവേളകളിൽ ചായ കുടിക്കാൻ അഡ്മിറൽ ബെൻബോയിൽ എത്തുന്ന ചുരുക്കം ചില പതിവുകാരെ പരിചരിക്കുകയായിരുന്നു ഞാൻ. എൻ്റെ മാതാപിതാക്കളുടെ കൈവശത്തിലായിരുന്നു അഡ്മിറൽ ബെൻബോ എന്ന സത്രം. സമുദ്രത്തിനടുത്തായതുകൊണ്ട് ധാരാളം നാവികർ അവിടെ താമസിക്കാനെത്തിയിരുന്നു. അന്ന് തികച്ചും ശാന്തമായൊരു ദിവസമായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെ. എന്നാൽ അത് വളരെ പ്രാധാന്യമുള്ള ഒന്നായി മാറി. കാരണം ആ വൃദ്ധ നാവികൻ അന്നാണ് ആദ്യമായി ആ സത്രത്തിൽ താമസം ആരംഭിക്കുന്നത്. ഇന്നലെ എന്നോണം ഞാനത് ഓർക്കുകയാണ്. സാവധാനം സത്രത്തിൻ്റെ വാതിൽക്കിലേക്ക് അയാൾ കടന്നു വരുമ്പോൾ അയാൾ വന്ന വണ്ടിയിൽ അയാളുടെ വലിയൊരു പെട്ടിയുമുണ്ടായിരുന്നു. നല്ല ഉയരവും ഒത്ത വണ്ണവും ആരോഗ്യവുമുള്ള കടുപ്പക്കാരനായ ഒരു മനുഷ്യൻ. അയാളുടെ ജടപിടിച്ച പന്നിവാൽ മുടി അഴുക്ക് നിറഞ്ഞ നീലക്കോട്ടിൻ്റെ ചുമലിലേക്ക് വീണ് കിടന്നിരുന്നു. അയാളുടെ കൈകളാകട്ടെ കറുത്തതും വികൃതമായ നഖങ്ങളോട് കൂടിയതും തഴമ്പുള്ളതും പരുവരുത്തതുമായിരുന്നു. ഒരു കവിളിൽ ഒരു മുറിവിൻ്റെ വടുവുണ്ട്. സത്രത്തിൻ്റെ വാതിലിലേക്ക് നടന്നെത്തിയ അയാൾ വാതിലിൽ ചെറുതായി തട്ടി. അപരിചിതനെ സ്വീകരിക്കാൻ എൻ്റെ അച്ഛൻ തിടുക്കത്തിൽ വാതിൽക്കലേക്ക് കടന്നു വന്നു. സുപ്രഭാതം ബഹുമാനപ്പെട്ട സാർ, അച്ഛൻ പതുക്കെ പറഞ്ഞു. തീർച്ചയായും സുപ്രഭാതം തന്നെ. എന്തുകൊണ്ടല്ല? സത്രത്തിൻ്റെ ചുറ്റും നോക്കിക്കൊണ്ടിരിക്കെ അപരിചിതൻ പറഞ്ഞു. എനിക്ക് അപരിചിതനിൽ നിന്ന് കണ്ണെടുക്കാനേ കഴിഞ്ഞില്ല. സത്രത്തിലുള്ള എല്ലാവരെയും അയാൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന രീതി കണ്ടപ്പോൾ ആ കണ്ണുകളിൽ എന്തോ നിഗൂഢത ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നി. ഓരോ വ്യക്തിയെയും നോക്കി പഠിച്ച് ഒരു തീരുമാനത്തിലെത്തുന്നു. പിന്നീട് അടുത്ത ആളിലേക്ക് അയാളുടെ നോട്ടം തിരിയുന്നു. എനിക്കൊരു നല്ല മുറി വേണം, പിന്നെ ഇഷ്ടം പോലെ മദ്യവും, അയാൾ ഉറക്കെ പറഞ്ഞു. തീർച്ചയായും തരാം സർ. എൻ്റെ പിതാവ് വിനയാന്വിതനായി. എന്നെ ക്യാപ്റ്റൻ എന്ന് വിളിക്കൂ, അയാൾ അഭിമാനത്തോടെ കൽപ്പിച്ചു. അങ്ങനെ സത്രത്തിലെ ഒരു മുറിയിൽ പാർക്കാനായി ക്യാപ്റ്റൻ കടന്നു ചെന്നു. ഒരു ഗ്രാമീണൻ അയാളുടെ വലിയ പെട്ടി മുറിയിലേക്ക് ചുമന്നു കൊണ്ടുപോയി. മദ്യം വേണം കുട്ടി, ക്യാപ്റ്റൻ എപ്പോഴും എന്നോട് പറയും. ഒരുപാട് മദ്യം, നീ അതോർത്തോളൂ. ക്യാപ്റ്റൻ ബില്ലി ബോൺസ് ഒരു മര്യാദഘട്ട വ്യക്തിയായതിനാൽ ആ സത്രത്തിലെ മറ്റന്തേവാസികളെയെല്ലാം അയാൾ ഭയപ്പെടുത്തി. എല്ലാ രാത്രികളിലും കുടിച്ച് മത്തനായി അയാൾ സത്രത്തിലെ പതിവുകാരായ ആളുകളോടെല്ലാം കലഹിക്കാൻ തുടങ്ങി. അതോടെ അയാളുടെ വഴിയിൽ നിന്നൊഴിഞ്ഞു നിൽക്കാൻ അവരെല്ലാം പരിശ്രമിച്ചു. ചിലപ്പോൾ അയാൾ ഭീതിജനകമായ ഒരു പാട്ടുപാടാൻ തുടങ്ങും. ചത്ത മനുഷ്യൻ്റെ പെട്ടിയിൽ 15 പേർ, ഹോയ് ഹോയ് ഹോയ്, പിന്നൊരു കുപ്പി മദ്യവും, കുടിക്കുക സാത്താൻ ബാക്കിയൊക്കെ ചെയ്തോളും, ഹോയ് ഹോയ് ഹോയ്, ഒരു കുപ്പി മദ്യം. ക്രമേണ ക്യാപ്റ്റൻ എന്നോട് അല്പം ഇഷ്ടമൊക്കെ കാട്ടിത്തുടങ്ങി. ഈ പാട്ട് ഇടയ്ക്കിടയ്ക്ക് പാടും അയാൾ. പുറംകടലിൽ അയാൾ നടത്തിയ എല്ലാ സാഹസിക കൃത്യങ്ങളെക്കുറിച്ചും അയാൾ എന്നോട് വിവരിച്ചു.
ഞാനതെല്ലാം സാഗൂതം കേട്ട് കടൽ യാത്ര എങ്ങനെയായിരിക്കുമെന്നോർത്ത് അത്ഭുതപ്പെട്ടു. തീ തുപ്പുന്ന ഒരു വ്യാളിയെ ഒരിക്കൽ ഞാൻ വാളുകൊണ്ട് കൊന്നിട്ടുണ്ട്, ക്യാപ്റ്റൻ അഹങ്കാരത്തോടെ പറയും. ആ നാശം പിടിച്ച ജന്തു വെള്ളത്തിൽ നിന്ന് പുറത്തു വന്ന് ഞങ്ങളുടെ കപ്പലിനെ ആക്രമിച്ചു. ഞാനതിൻ്റെ തലയിലേക്ക് ചാടിക്കയറി അതിൻ്റെ കഴുത്ത് വെട്ടിക്കളഞ്ഞു. അദ്ദേഹത്തിൻ്റെ വിവരണം കേട്ട് വശീകരിക്കപ്പെട്ട ഞാൻ ക്യാപ്റ്റൻ മഹാധീരനാണല്ലോ എന്ന് ചിന്തിച്ചു പോയി. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് നാളെ പരിചയപ്പെടാം. എല്ലാവർക്കും നന്ദി.